കഴിഞ്ഞ ദിവസം നമുക്കൊന്നൊരു എൻക്വയറി ആയിരുന്നു. നമ്മുടെ ഒരു കസ്റ്റമർ ഹൗസിംഗ് ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ബാങ്കിൽ പോയി. സോ അപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ ചോദിച്ച അല്ലെങ്കിൽ ആവശ്യപ്പെട്ട 2 ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, ഒന്നില്ലെങ്കിൽ അയാളുടെ പേ സ്ലിപ്പ് അല്ലെങ്കിൽ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് ITR ഫയൽ ചെയ്ത റിട്ടേൺ ഡോക്യുമെന്റ് ആണ്. അപ്പം ഈ കസ്റ്റമർ എന്ന് പറയുന്ന ആൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ്. ആളുടെ അച്ഛൻ്റെ ബിഹാഫിലാണ് ലോൺ എടുക്കാനായിട്ട് പോയത്. സോ അവിടെ നമുക്ക് എന്തില്ല, പേ സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. ITRന്റെ കേസ് നോക്കിയപ്പം ഇദ്ദേഹത്തിൻ്റെ ഫാദർ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ITR ഫയൽ ചെയ്തിട്ടുമില്ല. അപ്പം ഇദ്ദേഹം എൻക്വയറിയിൽ നമ്മളോട് ചോദിച്ച ചോദ്യം, കഴിഞ്ഞു പോയ വർഷങ്ങളിലേക്ക് നമുക്ക് ITR ഫയൽ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് ITR ഫയൽ ചെയ്യാൻ സാധിക്കും. അപ് ടു 3 years, കഴിഞ്ഞ 3 വർഷങ്ങൾ വരെയുള്ള കാലഘട്ടത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ITR ഫയൽ ചെയ്യാൻ സാധിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്, നമ്മളൊരു പെനാൽറ്റി എമൗണ്ട് പേ ചെയ്യേണ്ട ആവശ്യം വരും. അതായത് 1000 rupees ഓരോ വർഷവും, കഴിഞ്ഞു പോയ 3 വർഷങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വർഷവും 1000 rupees വെച്ച് പെനാൽറ്റി പേ ചെയ്യേണ്ടി വരും. പിന്നെ അതിന് പുറമെ ഈ പറഞ്ഞ കസ്റ്റമർ കൃഷി ഫാർമർ ആയിരുന്നു, ഫാമിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിൽ നിന്നാണ് വന്നിരുന്നത്. ഇന്ത്യയിൽ കൃഷിക്ക് അല്ലെങ്കിൽ ഫാമിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് ടാക്സ് ഇല്ലാത്തത് കൊണ്ട് ആൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് പെനാൽറ്റി പേ ചെയ്ത് ITR ക്ലോസ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഇനി ഫാമിംഗ് അല്ല, നമുക്ക് വേറെ ഏതെങ്കിലും ഒരു സോഴ്സ് ഓഫ് ഇൻകം ആണ് ഉള്ളത്, നമ്മൾ ശരിക്കും ടാക്സ് പേ ചെയ്യേണ്ട ഒരാളുമായിരുന്നു, എന്നിട്ടാണ് നമ്മൾ ടാക്സ് പേ ചെയ്യാതിരുന്നത് എന്നുണ്ടെങ്കിൽ, എത്രയാണോ നമ്മൾ ഓരോ വർഷവും ടാക്സ് പേ ചെയ്യേണ്ടിയിരുന്നത്, ആ പേ ചെയ്യേണ്ട എമൗണ്ടിന്റെ മുകളിൽ നമ്മൾ ഈ പെനാൽറ്റിക്ക് പുറമെ ഇൻട്രസ്റ്റ് എമൗണ്ട് അടക്കം പേ ചെയ്ത് ഇത് ക്ലോസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് അത് മാറും. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുന്നതിന് മുമ്പ് ITR ഫയൽ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥനാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതത് സമയമാകുമ്പോഴത്തേക്കും ITR ഫയൽ ചെയ്ത് ഈ പോലുള്ള പെനാൽറ്റിയോ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കണക്ട് വിത്ത് us.